സ്വാതന്ത്ര്യ ദിനമായിട്ടുള്ള ഓഗസ്റ്റ് 15 വരെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യമെമ്പാടും ജനങ്ങൾ ഒറ്റക്കെട്ടായി 1947 നമ്മൾ നേടിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞയെടുക്കാനുള്ള അവസരമായിട്ടാണ് ഈ ആഘോഷങ്ങളെ കാണുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അഖണ്ഡതയെയും ഐക്യത്തെയും കാത്തുസൂക്ഷിക്കും എന്ന് പ്രതിജ്ഞയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങളാണ് രാജ്യമെമ്പാടും നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആഹ്വാനം അനുസരിച്ച് എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തിക്കൊണ്ട്, അതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള, സ്വതന്ത്ര ഇന്ത്യയുടെ പ്രതീകമായിട്ടുള്ള ത്രിവർണ പതാക ഏന്തിക്കൊണ്ടുള്ള യാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട്, തിരങ്ക യാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തെ നമുക്ക് ആഘോഷിക്കുക എന്നുള്ള ആഹ്വാനം, ആ ആഹ്വാനം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ തിരങ്ക യാത്ര സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ യാത്രയിൽ സംബന്ധിക്കാനായി എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാൻ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പ്രതിജ്ഞയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട്. കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ ഭീകരവാദികൾക്കും രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ നിൽക്കുന്നവർക്കും ഒത്താശ ചെയ്യുന്ന അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള, അപലപനീയമായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന, അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള സ്ഥാനത്തിരിക്കാനുള്ള അർഹത പോലുമില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ്. കാസർഗോഡ് ജില്ലയിലെ ഒരു സ്കൂളിൽ അവിടെ ഒരു പ്രശ്നോത്തരിയിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യം, ആ ചോദ്യം സൃഷ്ടിച്ചിട്ടുള്ള അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം, ആ നിർദ്ദേശം നൽകിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്ത്യയുടെ പാരമ്പര്യവും ചരിത്രവും അറിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഈ അവിടുത്തെ കാസർഗോഡ് ചോദ്യം, ആ ചോദ്യം ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ ഈ നാട്ടിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കിയത്. അതിനർത്ഥം എന്താ? അതിനർത്ഥം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാരാണ് എന്നുള്ള ചോദ്യത്തിനോടാണ് അദ്ദേഹം അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ ചോദ്യമാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നത്. ആ ചോദ്യമാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ, ഇന്ത്യ സ്വതന്ത്രമാകാൻ ആഗ്രഹിച്ച കാലഘട്ടത്തിൽ ഇന്ത്യയെ വെട്ടിമുറിക്കണം എന്ന് ആവശ്യപ്പെട്ട ജിന്നയുടെ അനുയായിയായിട്ടാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടനയെ തൊട്ട് ഭരണഘടനയോട് കൂറു പുലർത്തും എന്ന് പ്രതിജ്ഞയെടുത്ത ഒരാള്, അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ കൂട്ടുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് പിന്തുണ നൽകാൻ കഴിയുമോ? അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് ഞാൻ എന്ന് പറയാൻ പറ്റുമോ?
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷുകാർ ശിക്ഷ വിധിച്ചിട്ടുള്ള ആളാരാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് അത് എങ്ങനെയാ ഭരണഘടനാ വിരുദ്ധമാകുന്നത്? എങ്ങനെയാണ് നാട്ടിലെ നിയമങ്ങൾക്കെതിരാവുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ശിക്ഷ വിധിച്ചിട്ടുള്ള ആള് 27 കൊല്ലക്കാലം ബ്രിട്ടീഷ് സർക്കാരിന്റെ ജയിലിൽ കിടന്ന ആള് വീര സവർക്കറാണ്. വീര സവർക്കർ എന്നുള്ള വാക്ക് BJP RSSും കൊടുത്ത വാക്കല്ല. ഈ നാട്ടിൽ കോൺഗ്രസും ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരും കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. AK ഗോപാലൻ തൊട്ട് ഇന്ദിരാഗാന്ധി വരെയുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് ഒരു ഷംസുദ്ദീൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഷംസുദ്ദീൻ ജനിക്കുന്നതിന് മുൻപുണ്ടായ ചരിത്രമാണ്. ഷംസുദ്ദീൻ ജനിക്കുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള ചരിത്രം, ആ ചരിത്രത്തെ തിരുത്താൻ ഷംസുദ്ദീൻ ഇനി 10 പ്രാവശ്യം ജനിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഷംസുദ്ദീൻ ഇത്തരത്തിൽ ചരിത്രം പഠിക്കാതെ, ചരിത്രം മനസ്സിലാക്കാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറയാൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഷംസുദ്ദീൻ കണ്ണടച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ചരിത്രം ഇല്ലാതാവില്ല. 27 കൊല്ലം അന്തമാനിലെ ജയിലിൽ കിടന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര്, ആ പേര് ഇല്ലാതാക്കാൻ ഷംസുദ്ദീൻ ഇന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്തതിന്റെ പേരിൽ ഇല്ലാതാക്കാൻ കഴിയും എന്ന് ഷംസുദ്ദീൻ ധരിക്കുന്നുണ്ടെങ്കിൽ ഷംസുദ്ദീൻ ചരിത്രം പഠിക്കുകയാണ് വേണ്ടത്. അതിനുള്ള പരിഹാരം അതാണ്. അതല്ലാതെ ആ ചോദ്യമുണ്ടാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതുകൊണ്ട് ചരിത്രമില്ലാതാകില്ല. പകരം ചരിത്രം എന്താണ്, വസ്തുത എന്താണ് എന്ന് ഷംസുദ്ദീൻ പഠിക്കണം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ, വീരസേനാനി എന്നുള്ള നിലയിൽ വിനായക ദാമോദര സവർക്കർ എന്നുള്ള പേര് ഈ ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. കാരണം അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് ഷംസുദ്ദീൻ അല്ല, അതിന്റെ അപ്പുറത്തുള്ള ആളുകൾ വിചാരിച്ചാലും അതില്ലാതാക്കാൻ കഴിയും. പക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ശക്തികൾക്ക് പിന്തുണ നൽകുന്ന ആളുകൾ, ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും ഒരേപോലെ ഉള്ള ആളുകൾ, ഒരേപോലെ നിലപാടെടുക്കുന്ന ആളുകൾ, അവര് വസ്തുതകൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവർക്ക് വീണ്ടും വീണ്ടും തെറ്റിദ്ധാരണകൾ പടർത്താൻ വേണ്ടി, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ട് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഈ തരത്തിലുള്ള സമീപനങ്ങൾ, ഈ തരത്തിലുള്ള നിലപാട്. കേരളത്തിൽ ഇപ്പൊ പുതുതായിട്ടുണ്ടായിരിക്കുന്ന മറ്റൊരു വിവാദം, വന്ദേ മാതരം ഞങ്ങൾ മുഴുവൻ ചൊല്ലില്ല, ഞങ്ങൾ 2 പദ്യം മാത്രമേ ചൊല്ലുള്ളൂ, 4 വരി മാത്രമേ ചൊല്ലുള്ളൂ എന്നുള്ളതാണ്. എന്ത് കാരണത്താലാണ് വന്ദേ മാതരത്തെ ഇവരെ എതിർക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താണ് കാരണം? വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലുന്നത് എങ്ങനെയാണ് രാജ്യവിരുദ്ധമാകുന്നത്, എങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നത് എന്ന് പറയാൻ ഞാൻ CPM-കാരെയും കോൺഗ്രസുകാരെയും വെല്ലുവിളിക്കുകയാണ്. കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ആലപിക്കപ്പെട്ടിട്ടുള്ള ഒരു ദേശീയ ഗാനമാണ്, ദേശീയ ഗീതമാണ് വന്ദേമാതരം. ആ വന്ദേമാതരത്തെ ഇപ്പോൾ കുറച്ച് കോൺഗ്രസുകാർക്ക് അത് എതിർക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവർ വിശദീകരിക്കണം. എങ്ങനെയാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ്, ഏതടിസ്ഥാനത്തിലാണ് അത് നാടിന്റെ താല്പര്യങ്ങൾക്കും നാടിന്റെ നിയമങ്ങൾക്കും എതിരാകുന്നത്? ഇപ്പൊ വന്ദേമാതരവും സാവർക്കറുമൊക്കെ ഈ നാട്ടിൽ ചില ആളുകളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും രാജ്യത്തെ വിഭജിക്കാൻ കൂട്ടുനിന്ന ലീഗുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് വന്ദേ മാതരത്തെ ഞങ്ങൾ എതിർക്കുന്നു, അതിനു വേണ്ടിയിട്ട് സവർക്കറെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കലല്ല. അത് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകള്, കമ്മ്യൂണിസ്റ്റുകാര് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആൾക്കാരാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോ ആ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോഴും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ എങ്കിൽ അവര് പറയണം ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരോടൊപ്പമാണ് ഞങ്ങള്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അന്നും സംശയമായിരുന്നു ഇന്ത്യക്ക് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന്. അതുകൊണ്ടാണ് 1948
ആ 48-ൽ കമ്മ്യൂണിസ്റ്റുകാര് ഇന്ത്യയെ ആക്രമിച്ച ആളുകളോടൊപ്പം നിന്നത്. 1962-ൽ ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോ കമ്മ്യൂണിസ്റ്റുകാര് ചൈനയോടൊപ്പമായിരുന്നു, ഇന്ത്യയോടൊപ്പമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാര് സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകൾക്കിടയിലാണ്. അതിനു മുമ്പ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാര് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ആഘോഷിച്ചിരുന്നില്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ ഈ ഇടക്കാലത്ത് നിങ്ങൾക്കുണ്ടായി എന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന മാനസാന്തരം അതൊരു അടവ് നയമായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇനി പറയേണ്ടത്. ഞങ്ങൾ അന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് തൽക്കാലത്തേക്കുള്ള ഒരു അടവ് നയമായിരുന്നു. പക്ഷേ ഞങ്ങൾ വാസ്തവത്തിൽ സ്വാതന്ത്ര്യ സമരത്തിനോട് ഒപ്പമല്ല, സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കുന്നവരല്ല എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾ ഈ വന്ദേമാതരത്തെ തള്ളി പറയുന്നതും നിങ്ങൾ സവർക്കറെ തള്ളി പറയുന്നതിന്റെയൊക്കെ പിന്നിലുള്ള കാരണങ്ങൾ, ആ കാരണങ്ങൾ നിങ്ങൾ വിശദീകരിക്കണം. ഇന്ത്യൻ ചരിത്രത്തെ അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. ഇത്രയും കാലം ആ ചില ഭാഗങ്ങൾ വക്രീകരിച്ച ഇന്ത്യൻ ചരിത്രത്തെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ, ആ വക്രീകരിച്ച ചരിത്രത്തെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളുടെ നിലപാടുകളോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ പാർലമെന്റിലെ അംഗസംഖ്യ കാണിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിന്തുണയുണ്ടായിരുന്നു എന്നാണ് ചരിത്രം തന്നെ നമ്മളോട് പറയുന്നത്. പഞ്ചാബില് നിങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു, ആന്ധ്രാപ്രദേശിൽ സ്വാധീനമുണ്ടായിരുന്നു, തെലങ്കാനയിലെ സമരങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്, മഹാരാഷ്ട്രയില് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. എസ് എ ഡാംഗെ പോലെയുള്ള ആളുകൾ, അഹല്യ രംഗനേക്കറെ പോലെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് അന്നുണ്ടായിരുന്നത് നിങ്ങൾക്ക് ആ കാലങ്ങളിൽ അവിടെയൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നതാണ്. ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പോലെയുള്ള ആളുകൾ പഞ്ചാബിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് വന്നത് ആ കാലത്തുണ്ടായിരുന്നുകൊണ്ടാണ്. ഇന്ന് മരുന്നിന് പോലും എടുക്കാൻ മഹാരാഷ്ട്രയിലോ ബീഹാറിലോ ഉത്തർപ്രദേശിലോ, സുഭാഷിണി അരിയെ പോലെയുള്ള ആളുകൾ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്ന് മരുന്നിന് പോലും എടുക്കാൻ തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും അതുപോലെ ഉത്തർപ്രദേശിലുമൊക്കെ പഞ്ചാബിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കില്ലാത്തത്. ഇന്നലെ ഞാനൊരു പ്രസംഗം കണ്ടു. നമ്മുടെ ഇന്ത്യയിലെ ആകെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്ന് അവകാശപ്പെടുന്ന ആളാണ് സി പി ജോൺ. സി പി എമ്മുകാർ അംഗീകരിക്കുന്നില്ല അതിന്. സി പി എമ്മുകാർ പറയുന്നത് അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല. പക്ഷെ സ്വയം സി പി ജോൺ അവകാശപ്പെടുന്നത് ഞാൻ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഇന്നലെ കോഴിക്കോട് വന്നിട്ട് പ്രസംഗിച്ചത് നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒരുമിച്ച് വരണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള ബാക്കി ആരും നല്ല കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് അദ്ദേഹം തന്നെ പറയാം. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാര് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അവകാശപ്പെട്ടിരുന്ന ആൾക്കാർ ഇന്ന് മരുന്നിന് പോലും എടുക്കാനില്ല. കേരളത്തിന്റെ നിയമസഭയിൽ അവരുടെ സംഖ്യ എത്രയുണ്ട് എന്നുള്ളത് ഞാനിപ്പോ നമുക്കറിയാം. 35 ആളുകളാണ് ആകെ. എല്ലാം കൂടി കമ്മ്യൂണിസ്റ്റും കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവരും അവർ തമ്മിലുള്ള അടിയൊക്കെ വെച്ചിട്ട് 35 ആളുകളാണ്. കാരണം വലത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഇവര് പറയുന്ന ചിലര് ഇടത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ, ഇവരെല്ലാരും കൂടി ചേർന്നിട്ടാണ് 35 ആളുകൾ. നമ്മുടെ കണ്ണൂരിലെ RJD-കാരനെയും കൂടി കൂട്ടിയാൽ അങ്ങനെയാണ് 35. അതുകൊണ്ട് കേരളത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളുടെ നിലപാടുകളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു കൈയിലെ മുഴുവൻ വിരലും വേണ്ട പാർലമെന്റിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം എണ്ണ. 2 കൈയുടെയും വിരൽ വേണ്ട, ഒറ്റ കൈയിലെ വിരൽ വേണ്ട, പൂർണ്ണമായിട്ടും വേണ്ട. പക്ഷേ രാജ്യത്ത് നരേന്ദ്രമോദിയെ പിന്തുണക്കുന്ന ആളുകൾ പാർലമെന്റിൽ 300-ലധികം ആളുകളുണ്ട്. 325ഓളം ആൾക്കാരുണ്ട്. 540 അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെന്റിൽ. ജനങ്ങൾ ആരുടെ ഒപ്പമാണ് എന്നത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുന്നത് കൊണ്ട് സാഹചര്യങ്ങൾ മാറില്ല. ഇന്ത്യയിലെ ജനങ്ങളെ ആ ജനങ്ങൾ എന്താണ്, അവരുടെ ചിന്ത, അവരുടെ വികാരങ്ങൾ എന്താണ്, അവരുടെ നിലപാടുകൾ എന്താണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇനിയും നിങ്ങൾ വിചാരിക്കുന്നത് വന്ദേമാതരത്തെയും സവർക്കറെയും എതിർത്ത് കേരളത്തിൽ സ്വാധീനം നിലനിർത്താം എന്നാണെങ്കിൽ ബംഗാളും ത്രിപുരയും പോലെ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ചരിത്രത്തിന്റെ മാത്രം ഭാഗമായിട്ട് അവശേഷിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് വരാൻ പോകുന്നത്. കോൺഗ്രസിന്റെ സ്ഥിതി വ്യത്യാസമൊന്നുമല്ല. കോൺഗ്രസിന്റെ സ്ഥിതി ഒരു കാലത്ത് എന്തായിരുന്നു? കോൺഗ്രസ് ഈ രാജ്യത്തെ
വിളക്കുകാലിനെ പോലും പിടിച്ചു നിർത്തിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടിരുന്ന ആൾക്കാരാണ് കോൺഗ്രസ്സുകാര്. ഇപ്പോ ഔദ്യോഗിക പ്രതിപക്ഷമാകാൻ തന്നെ ഇത്തവണത്തെ രാഹുൽ ഗാന്ധിയുടെ ആഘോഷം മുഴുവൻ ഔദ്യോഗിക പ്രതിപക്ഷ സ്ഥാനം കിട്ടി എന്നുള്ളതാണ്. ഔദ്യോഗിക പ്രതിപക്ഷമായിട്ട് നിങ്ങൾ കുറെ കാലം അവിടെ തന്നെ ഇരിക്കും, ഇന്ത്യൻ പാർലമെന്റിൽ ഔദ്യോഗിക പ്രതിപക്ഷമായി. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ, വിശ്വാസങ്ങളെ അതിനെ മാനിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ തള്ളി പറയുന്ന നിലപാട്, ആ നിലപാട് കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിയും എന്നുള്ളത് വ്യാമോഹം മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ തിരങ്ക യാത്രയും സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ പ്രസക്തി ആർജിക്കുന്നത്. കാരണം ഈ സ്വാതന്ത്ര്യ സമരത്തെയും ഈ ത്രിവർണ പതാകയെയും തള്ളിക്കളയുന്ന ആളുകൾ, ഇപ്പോ നമ്മുടെ ചില മന്ത്രിമാര് പറയുന്നുണ്ട് പാർലമെന്റിൽ പാസാക്കുന്ന നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പാർലമെന്റിനോട് നിങ്ങൾക്കുള്ള അനാദരവാണ് കാണിക്കുന്നത്, ഇന്ത്യയുടെ ഭരണഘടനയോടുള്ള അനാദരവാണ് കാണിക്കുന്നത്, ഇന്ത്യയിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അല്പം പോലും വില കൽപ്പിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാർലമെന്റിൽ പാസാക്കുന്ന നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് കേരളത്തിൽ നിന്ന് ഒരാൾ പറയുമ്പോ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് വ്യംഗ്യമായിട്ട് സൂചിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ഇതൊന്നും കേരളത്തിൽ നടപ്പിലാവില്ല എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ കേരളത്തെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താം എന്നുള്ള ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടിയാണ് ഈ തരത്തിലുള്ള പരാമർശങ്ങളും ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ടാണ് ഇന്ന് ഈ തിരങ്ക യാത്രയും ഈ സ്വാതന്ത്ര്യദിന ആഘോഷവും ഒക്കെ ഏറ്റവും പ്രസക്തി ആർജിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തിരങ്ക യാത്ര ഇന്ന് കൽപ്പറ്റയിൽ ഇവിടെ നടക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കുന്നവർക്ക്, ഇന്ത്യയുടെ അഖണ്ഡതയെ അംഗീകരിക്കുന്നവർക്ക്, ഇന്ത്യയുടെ ഐക്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഏറ്റവും പ്രോത്സാഹനവും സന്തോഷവും തരുന്ന കാര്യമാണ്. അത്തരത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ യാത്രക്ക് നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകൾക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട്, സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അവരുടെ സ്വപ്നമായ ശക്തമായ ഭാരതത്തിനായി നമുക്ക് ഒരുമിച്ച് അണിചേരാം. രീതികൾ മാറാം, നാടുകൾ മാറാം, ഭാഷകൾ മാറാം, പക്ഷേ നമ്മുടെ ദൈവത്തിൽ മുഴങ്ങുന്ന ഭാരതത്തിന്റെ ശബ്ദം ഒന്നാണ്. തിരങ്ക ഉയരട്ടെ, ദേശസ്നേഹം വളരട്ടെ, ഭാരതത്തിന്റെ ദേശസ് ഉയരട്ടെ. ദേശത്തിന്റെ അഭിമാനവുമായി, ശോഭയുമായി, ദേശസ്നേഹത്തിന്റെ ആവശ്യവുമായി നമ്മുടെ തിരങ്ക റാലി കടന്നു വരുന്നു. ഇതാ വരുന്നു ദേശസ്നേഹത്തിന്റെ ആവേശവുമായി വരുന്നു.
സമാനമായ വർണ്ണ പതാകയുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ രീതികളിലൂടെ അത് തിരഞ്ഞ റാലി